അസ്സലാമു അലൈക്കും. നമസ്കാരം. എൻ്റെ സൗദിയിലെ നല്ലൊരു പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകൾ വിളിച്ച് ചോദിക്കുന്നു, ഞങ്ങളുടെ ഇക്കാമൊന്നും പുതുക്കാൻ കഴിയുന്നില്ല, കുറേ ആയിട്ട് എക്സ്പയറും ആയിട്ടുണ്ട്, കമ്പനിയിൽ എന്താ പ്രശ്നം എന്നറിയില്ല. എനിക്ക് പറയാനുള്ളത്, പല പ്രശ്നങ്ങളാവാം. നിങ്ങൾ കമ്പനിയിലായിക്കോട്ടെ, മോസസയിലായിക്കോട്ടെ, ഇക്കാമ പുതുക്കാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ചിലപ്പോൾ അത് റെഡിലായിരിക്കും. സൗദി ഒക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളോട് റെഡാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ശമ്പളം, ഹിമായത്തുൽ അജൂർ, അതേപോലെ സക്കാത്ത് വർഷത്തിലടക്കുന്നത് അത് അടക്കാത്ത പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ ടാക്സ് ലരീബ് അത് 3 മാസത്തിൽ അടക്കാത്ത പ്രശ്നങ്ങളുണ്ടാവാം. അതേപോലെ തമീനാത്തിലെ പൈസ അടക്കാത്ത ഫൈൻ വന്ന പ്രശ്നങ്ങളുണ്ടാവാം. ശമ്പളം ഇറങ്ങാത്ത പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും കാരണവും അത് പുതുക്കാൻ കഴിയാത്തതുണ്ടാവും. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ നിങ്ങൾ പറയുകയാണ് അത് പുതുക്കാൻ കഴിയില്ല, എന്താ പ്രശ്നം, നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ആ മോസസിൻ്റെ യൂസറിന് പാസ്വേഡ് ഏത് കീവേഡ് ഏതൊരു മക്തബിൽ പോയി ചെക്ക് ചെയ്യുക, എന്താ പ്രശ്നം അവിടെ പോയിട്ട് വിലയിരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, അത് പുതുക്കാൻ ശ്രമിക്കുക. പുതുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ആ സിസ്റ്റത്തിൽ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അറബിയിലുള്ളത് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് എല്ലാത്തിനും തെളിവ് വേണം. അല്ല നമ്മൾ വെറുതെ വായനോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത് നോക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത്, സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ എന്താണ് കാണിക്കുന്നത്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് വന്നാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാൻ കഴിയും. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിലേക്ക് പോയിട്ട് ഏതെങ്കിലും മക്തബിൽ പോയിട്ട് ക്യൂയുടെ യൂസറും പാസ്വേഡും വാങ്ങുക, ചെക്ക് ചെയ്യുക. പല കാരണങ്ങളാവാം. അതുകൊണ്ടാണ് ഇക്കാമ പുതുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.